മിക്ക പള്ളികൾ ചെന്ന് നോക്കിയാൽ പ്രാർത്ഥനകളിലും ആത്മീയ വേദികളിലും 60, 70, 80 കഴിഞ്ഞവരാണ്. ജൻസി ചെറുപ്പക്കാർ നന്നേ കുറവാണ്. അവരുടെ കണക്കുകൂട്ടലുകൾ കുറച്ച് പ്രായമാവട്ടെ, ഇപ്പം അടിപൊളിയാവട്ടെ, പ്രായമാകുമ്പോൾ നമുക്കൊക്കെ പള്ളിയിൽ പോയി എഴുത്തിക്കാഫിരുന്ന് നന്നാവാമെന്നാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആരാണ് നമുക്ക് ഈ ഉറപ്പൊക്കെ നൽകിയത്? ഇനി ജീവിച്ചാൽ തന്നെ യുവത്വത്തിൽ ആരാധനയും വാർദ്ധക്യത്തിൽ ആരാധനയും പുണ്യം ഒന്നല്ല. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുവത്വം അള്ളാഹുവിൻ്റെ ആരോഗ്യത്തിൽ വഴിയിൽ ചെലവഴിക്കുന്നത് റജുലുൻ ഷാബുൻ നശാഫി ഇബാദത്തില്ല. യുവത്വം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ചെലവഴിക്കുന്നുവെങ്കിൽ വാർദ്ധക്യത്തിൽ ചെയ്യുന്ന ആരാധനകളേക്കാൾ എത്രയോ പുണ്യം കൂടുതലാണ്. അതിഭയാനകരമായ ചൂട്, കോടിക്കണക്കിന് കിലോമീറ്റർ അങ്ങകലെയുള്ള സൂര്യൻ ഒരു ചാൺ മുകളിലെത്തി വിയർത്തൊലിച്ച് വിയർപ്പിൻ്റെ ആദ്യത്തിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് അർശിൻ്റെ നീല കൊണ്ട് ലഭിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് യുവത്വം. ആരോഗ്യത്തിൽ ചെവിക്ക് അതിൻ്റെ മാധുര്യം വേറെയാണ്, അതിൻ്റെ പുണ്യം എത്രയോ വലുതാണ്. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ആ യുവാക്കൾ ആരോഗ്യം യുവത്വം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചതിനെക്കുറിച്ച് ഓർക്കാനാണല്ലോ. എല്ലാ യുവാക്കളും എൻ്റെ വാർദ്ധക്യം എനിക്ക് ഉറപ്പില്ല, ഇനി സൗഭാഗ്യം ലഭിച്ചാൽ പോലും ഈ മാധുര്യം എനിക്ക് വാർദ്ധക്യത്തിൽ ലഭിക്കുകയില്ല, ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. എൻ്റെ യുവത്വം, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ കഴിവ്, എൻ്റെ ഒഴിവ് ഞാൻ പരമാവധി ആത്മീയതയിൽ ചെലവഴിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് എല്ലാവരും തൻ്റെ ഭാവി ജീവിതം മെച്ചപ്പെടുത്താൻ തീരുമാനിക്കുക.